അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു കേട്ടോ. ഗൂഗിൾ അമ്മച്ചി കുറച്ചൊക്കെ നമ്മളെ വഴി മുട്ടിച്ചെങ്കിലും നമ്മൾ ഫൈനലി നമ്മുടെ ഐസ് ഹിൽസിൽ റീച്ച് ആയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി കാഴ്ച കാണൽ എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ റൂമിൽ കയറി. റൂമിൽ തിരുന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കോഫിയും ഫ്രഞ്ച് ഫ്രൈസും കട്ട്ലൈറ്റൊക്കെ ഓർഡർ ചെയ്തു. പൊന്നൂസിന് ഫ്രഞ്ച് ഫ്രൈസ് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവൾ അത്രയും ഹാപ്പിയാണ് അതിൽ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങി. ഐസ് ഹിൽസ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ടീ പ്ലാന്റേഷൻസ് ഒക്കെ സറൗണ്ട് ചെയ്തിട്ടുള്ള റിസോർട്ടാണ്. അവരുടെ ബ്രോഷറിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്റ്റേ, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. അത് കറക്റ്റാണ്. ഒരു വെറും സ്റ്റേ മാത്രമല്ല അത്. അവിടെ പോയവരാരും ആ സ്ഥലമോ അല്ലെങ്കിൽ ആ റിസോർട്ടോ ആ എക്സ്പീരിയൻസോ ഒന്നും മറക്കില്ല. മൂവി തിയേറ്റർ, സ്വിമ്മിംഗ് പൂൾ, ട്രെക്കിംഗ്, ക്യാമ്പ് ഫയർ, DJ, ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ റിസോർട്ടുകാർ നമുക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതിൽ കുറച്ച് പേരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടുന്നുണ്ടായിരുന്നു. ഒരു 360 ഡിഗ്രി വ്യൂ, അതായത് നമ്മൾ സെൻറ്ററിൽ നിൽക്കുന്നു, നമുക്ക് ചുറ്റും മൗണ്ടൻസ്. അതാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫീൽ ആവുന്നത്. സിറ്റിയിൽ നിന്ന് കുറച്ചുള്ളിലോട്ടായതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒരുപോലെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞാൻ കയറി വരുമ്പോൾ എൻ്റെ പുറകിൽ വിറക് കൂട്ടി വെച്ചേക്കുന്നത് കണ്ടോ? അത് നൈറ്റിലെ ക്യാമ്പ് ഫയറിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനിങ്ങനെ ഈ റിസോർട്ടിനെ കുറിച്ച് ഇത്ര വാചാലയാവുന്നത് എന്താ, ഇത് വല്ല പ്രൊമോഷനാണോ എന്നൊന്നും ചിന്തിക്കരുത്. ഇത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് പറയുന്നതാണ്. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും അവിടെ നിന്ന് ലഭിച്ചത്. ഇനി ഒരു തവണ കൂടി അവിടെ പോയാലോ എന്ന് എന്നോട് ചോദിച്ചാൽ 100% സമ്മതത്തോടു കൂടി ഞാൻ പറയും യെസ് വി ക്യാൻ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അവളെ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണ്. അങ്ങനെ ഊഞ്ഞാലിൽ ഞങ്ങളും ആടി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസിക്ക് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അവിടുത്തെ സ്റ്റേ. അതായത് പ്രൈവറ്റ് ഹട്ട്സ് അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള റൂംസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ടിൽ നെക്സ്റ്റ് ടൈം.